നമ്മൾ ഈ അടുത്ത് വാങ്ങിയ 2 ചെറിയ ആൽബിനോ ജയന്റ് ഗൗരാമികളെ നമ്മൾ ഈ കാണുന്ന 2 ബക്കറ്റുകളിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ്. ഈ അവസാനത്തെ 3 ബക്കറ്റുകളിൽ നമ്മുടെ ബ്ലാക്ക് ജയന്റ് ഗൗരാമികളാണ് കിടക്കുന്നത്. ആദ്യത്തെ 2 ബക്കറ്റുകളിലേക്കാണ് നമ്മൾ ചെറിയ ജയന്റ് ഗൗരാമികളെ മാറ്റാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് 2 വലിയ ആൽബിനോ ജയന്റ് ഗൗരാമികൾ ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം വാങ്ങിയത്. ഇവരെ നമ്മൾ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ വീഡിയോ ആണ് നമ്മൾ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ 2 വലിയ ആൽബിനോ ജയന്റ് ഗൗരാമികളെ ഈ കാണുന്ന 2 ബക്കറ്റിൽ നിന്ന് നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റുന്ന വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വലിയ 2 പേരെ ഈ ബക്കറ്റുകളിൽ നിന്ന് ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ബക്കറ്റുകൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഫ്രഷ് വെള്ളം അടിച്ചു, സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു ദിവസം നമ്മൾ എയറേഷൻ കൊടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. വെള്ളം ഒന്ന് കണ്ടീഷൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. അതിനുശേഷം ഇന്ന് നമ്മളിവരെ ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. ഇവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ആൽബിനോ ജയന്റ് ഗൗരാമികൾ നമ്മൾ ഈ അടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ അവരെയാണ് ഈ ബക്കറ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നമ്മുടെ ഔട്ട്ഡോർ ടാങ്കാണ്. നമ്മുടെ ബക്കറ്റുകളിൽ കിടന്നിരുന്ന 2 ആൽബിനോ ജയന്റ് ഗൗരാമികളെ ഈ ഔട്ട്ഡോർ ടാങ്കിലേക്കാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ആ മൂലയിലായിട്ട് ഒരു ആൽബിനോ ജയന്റ് ഗൗരാമി പൊങ്ങി നിൽക്കുന്നുണ്ട്. ഒരു വൈറ്റ് കളർ നിങ്ങൾക്ക് കാണാം. ചില സമയങ്ങളിൽ 2 പേരും കൂടി ഒരുമിച്ച് പൊങ്ങി വരുന്നുണ്ട്. ഇവരെ ഈ ഒരു ടാങ്കിലേക്ക് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം ഇവർക്ക് സ്ട്രെസ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ സെയിം ഡേ തന്നെ ഇവർ നല്ല രീതിയിൽ അഡാപ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഇവർക്ക് സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. നമ്മൾ ഫീഡ് ചെയ്തിരുന്നു ആ സെയിം ഡേ തന്നെ. അവരപ്പം തന്നെ വന്ന് നമ്മൾ കൊടുത്ത പെല്ലറ്റ് ഫുഡ് മൊത്തം കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു 2 പേരും. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം കൺഫേംഡ് ആയി അവർക്ക് വേറെ പ്രത്യേകിച്ച് സ്ട്രെസ്സുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പുതിയ ടാങ്കിലേക്ക് മാറ്റിയതിൻ്റെ സ്ട്രെസ്സോ കാര്യങ്ങളൊന്നുമില്ല. അവരപ്പം തന്നെ പെല്ലറ്റ് ഫുഡ് എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഫീഡ് ചെയ്തപ്പോൾ അതും അവർ നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കുഴപ്പമില്ലാതെ സെറ്റ് ആയിട്ടുണ്ട് ആ ഒരു ടാങ്കിൽ. അതുപോലെ തന്നെ ഈ ടാങ്കിൽ കിടക്കുന്ന മറ്റ് മീനുകളായിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് ജയന്റ് ഗൗരാമികൾ, ഓസ്കാറുകൾ, അവരൊന്നും വന്ന് ഇവരെ ശല്യപ്പെടുത്തുന്നതൊന്നും നമ്മൾ കണ്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇൻഡോർ പോവാം. ഇവിടെയാണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ 2 ചെറിയ ആൽബിനോ ജയന്റ് ഗൗരാമികളെ ഇട്ടിട്ടുള്ളത്. ആ ഫ്രണ്ടിൽ കാണുന്ന ആ 2 ബക്കറ്റല്ല, അത് ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നറുകളാണ്. അതിനകത്താണ് നമ്മൾ കണ്ടീഷൻ ചെയ്യാനായിട്ട് ഇടാറുള്ളത്. ഇപ്പോൾ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ആഴ്ച കൂടുതലൊന്നും നമ്മൾ ഇനി മീനുകളെ ഒന്നും കണ്ടീഷൻ ചെയ്യാനായിട്ട് ഇൻഡോർ വയ്ക്കുന്നില്ല. മാക്സിമം 2 ആഴ്ചയൊക്കെയാണ് ഇൻഡോർ വയ്ക്കുക. അത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പുറത്തേക്ക് മാറ്റാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അവരെ പിടിച്ച് ഇടാനായിട്ടാണ് നമ്മൾ ഈ ഒരു സ്ക്വയർ കണ്ടെയ്നർ, നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു സ്ക്വയർ കണ്ടെയ്നർ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാം. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ദേ കാണുന്നതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ചെറിയ സൈസുള്ള ആൽബിനോ ജയന്റ് ഗൗരാമികൾ. നമ്മൾ പെയറിന് 300 രൂപയ്ക്കാണ് വാങ്ങിയത്. നേരത്തെ നമ്മൾ പറഞ്ഞ വലിയ ജയന്റ് ഗൗരാമികൾ, അതായത് ആൽബിനോ ജയന്റ് ഗൗരാമികളെ നമ്മൾ ഈ സൈസിൽ തന്നെ വാങ്ങിയതാണ്. ആ സമയത്തും ഇതിൻ്റെ പ്രൈസ് 300 രൂപ തന്നെയായിരുന്നു പെയറിന്. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ പെറ്റ് ഷോപ്പുകൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റേറ്റിന് കിട്ടുമ്പോൾ നമ്മൾ എടുക്കാറുണ്ട്. ഇവരിപ്പോൾ ഈ കണ്ടെയ്നറിൽ കിടന്നിട്ട് നല്ല രീതിയിൽ കണ്ടീഷൻ ആയിട്ടുണ്ട്. നമ്മൾ ഫുഡ് രാവിലെ കൊടുത്തിരുന്നു, ഇവർ കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഓവർ ഫീഡൊന്നും ചെയ്യാറില്ല. നമ്മുടെ ബീറ്റ ഫിഷിന് കൊടുക്കുന്ന ചെറിയ പെല്ലറ്റാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അവർ നന്നായിട്ട് കഴിക്കാറുണ്ട്. 2 പേരും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഔട്ട്ഡോർ ടെറസിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ള ആ 2 ബക്കറ്റുകളിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. 50 ലിറ്ററിൻ്റെ ബക്കറ്റുകളാണ് ആ 2 എണ്ണം നേരത്തെ നമ്മൾ കാണിച്ചത്. അപ്പോൾ അതേ നമ്മൾ അവരെയും കൊണ്ട് നമ്മുടെ ടെറസിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ചെറിയ ആൽബിനോ ജയന്റ് ഗൗരാമികൾ. നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം ഈ ഒരു കണ്ടെയ്നറിൽ ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. മാത്രമല്ല നല്ല രീതിയിൽ ലൈറ്റ് അടിക്കുന്നൊരു ഏരിയയാണ്. അപ്പോൾ നിങ്ങളെ ക്ലിയർ ആയിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിൽ സ്ട്രെസ്സ് വരുന്നുണ്ട്. കാരണം അവർ ഇൻഡോർ ഷെയ്ഡിലായിരുന്നു ഇത്ര നാളും ഇരിക്കുന്നുണ്ടായിരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു സ്പേസ്. അപ്പോൾ ഞാൻ ആ റൂമിൽ ചെന്നപ്പോൾ അവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് ലൈറ്റ് അവിടെ ഉള്ള പോലെ തോന്നിയത്. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഡാർക്കാണ് ആ ഒരു റൂം. അപ്പോൾ അവിടെയാണ് ഇവർ സ്ഥിരമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ ഒരു ലൈറ്റ് അടിക്കുന്ന ഒരു ഏരിയയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർക്ക് അത്യാവശ്യം സ്ട്രെസ്സ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ അവരിങ്ങനെ സൈഡ് ചെരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. കാരണം ആ ലൈറ്റ് വരുന്നത് കൊണ്ടാണ്. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർ ഇതുവരെ ഇരുന്നിട്ടില്ല. പെട്ടെന്ന് അങ്ങനെ വരുമ്പോൾ അവർക്ക് സ്ട്രെസ്സ് വരും. അപ്പോൾ നമ്മൾ അധിക നേരമൊന്നും ഇങ്ങനെ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അവരെ ബക്കറ്റുകളിലേക്ക് അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുന്നതാണ് നല്ലത്. നമ്മളെപ്പോഴും മീനുകളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ്സ് തന്നെയാണ്. സ്ട്രെസ്സ് കൂടുമ്പോഴാണ് ഇവരുടെ ഇമ്മ്യൂൺ ലെവൽ താഴേക്ക് പോകുന്നത്. ഇമ്മ്യൂൺ ലെവൽ താഴേക്ക് പോകുന്ന സമയത്താണ് അവർക്ക് അസുഖങ്ങൾ വരുന്നത്. അസുഖങ്ങൾ വരാനുള്ള സാഹചര്യം എപ്പോഴും ഈ മീനുകളുടെ ചുറ്റുവട്ടത്ത് തന്നെ കാണും. പക്ഷേ അതിൽ നിന്നൊക്കെ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇവരുടെ ഇമ്മ്യൂണിറ്റി തന്നെയാണ്, ഇമ്മ്യൂൺ ലെവൽ തന്നെയാണ്. അപ്പോൾ ഈ ഇമ്മ്യൂൺ ലെവൽ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. മെജോറിറ്റി മീനുകൾക്കും തീരെ ഇഷ്ടപ്പെടാത്തൊരു ആംബിയൻസ് എന്ന് പറയുന്നതാണ് ഈ എക്സസ് ആയിട്ടുള്ള ലൈറ്റ് വരുന്നത്. അതായത് വളരെ എന്താ പറയുക, ഡയറക്റ്റ് അടിക്കുന്ന ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഹൈഡിങ് സ്പോട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷീറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഗ്രീൻ നെറ്റോ കാര്യങ്ങളൊക്കെ ടാങ്കിന് മുകളിലോ അല്ലെങ്കിൽ
ഏതെങ്കിലും രീതിയിൽ അവർക്ക് കവറേജ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇവർക്ക് ഒരു കാരണവശാലും നമ്മൾ ഓവർ ഫീഡ് ചെയ്യരുത്. കാരണം ജയൻറ്റ് ഗൗരാമികളുടെ ഈ ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇവർ ഫ്ലാറ്റ് ആയിട്ടുള്ള മീനുകളായതുകൊണ്ട്. മാത്രമല്ല ഇവർ വയറ് നിറയുന്നവരെ കഴിക്കുകയും ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഫീഡ് കൊടുക്കുക. അതായത് അവരുടെ ജസ്റ്റ് വിശപ്പ് മാറാൻ മാത്രമുള്ള ഫീഡ് നമ്മൾ കൊടുത്താൽ മതി. അല്ലാതെ വയറ് ഫുള്ളാവുന്ന രീതിയിലുള്ള അത്രയ്ക്കും വോള്യത്തിലൊന്നും നമ്മൾ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതുപോലെ വെള്ളം പെട്ടെന്ന് മോശമാവില്ല. നമ്മൾ ഓരോ ദിവസവും ഇടവിട്ടാണ് ഇവർക്ക് ഫീഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്യാറില്ല. ഇന്ന് ഫീഡ് ചെയ്താൽ നമ്മൾ നാളെ ഫീഡ് ചെയ്യാറില്ല. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ഫീഡ് ചെയ്യുന്നത്. അതുപോലെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിന് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ജയൻറ്റ് ഗൗരാമികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇവർ വെജിറ്റേറിയൻ ഫുഡ് നന്നായിട്ട് കഴിക്കും. അതുപോലെ പെല്ലറ്റ് ഫുഡും കഴിക്കും. അതുപോലെ നോൺ വെജും കഴിക്കും. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് ഒരു ബാലൻസ്ഡ് ഡയറ്റായിട്ട് ഫീഡ് ചെയ്യാം. അതായത് ആഴ്ചയിൽ പല ദിവസങ്ങളിലായിട്ട് ഫീഡ് ചെയ്യുക. പല ദിവസങ്ങളിൽ ഈ വെജും പെല്ലറ്റ് ഫുഡും നോൺ വെജും പല ദിവസങ്ങളിലായിട്ട് ഓർഗനൈസ് ചെയ്ത് ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും. അതായത് ഒരു ബാലൻസ്ഡ് ഡയറ്റ്, അതാണ് ഞാൻ മെയിനായിട്ടും ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി നമുക്ക് വരെ ഈ ബക്കറ്റുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വെള്ളം നിറച്ച് ഒരു ദിവസം എയറേഷൻ കൊടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്തേക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബക്കറ്റുകൾ നമ്മൾ കൈകൊണ്ട് നല്ല രീതിയിൽ ഉരച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ സ്ക്രബ്ബർ ഒന്നും ഉപയോഗിച്ച് ഇത് ഉരച്ച് ക്ലീൻ ചെയ്തിട്ടില്ല. ഇതെല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളതാണ്. കാരണം ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൽഗെ അതുപോലെ തന്നെ ചെറിയൊരു വഴുവഴുപ്പ് പോലുള്ള സംഭവങ്ങളൊന്നും നമ്മളങ്ങനെ ഫുള്ളായിട്ട് ഉരച്ച് കളഞ്ഞ് ക്ലീൻ ചെയ്യാറില്ല. കാരണം അവിടേക്കാണ് ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ഇരിക്കുന്നത്. അതുപോലെ പഴയ ബക്കറ്റ്, അതായത് വെള്ളം മാറ്റുന്ന സമയത്ത്, ക്ലീൻ ചെയ്യുന്ന സമയത്ത് പഴയ വെള്ളം നമ്മൾ കുറച്ച് വെക്കാറുണ്ട്. ഒരു 20% വെള്ളം നമ്മൾ ബാക്കി വെച്ചിട്ടാണ് നമ്മൾ ടോപ്പപ്പ് ചെയ്ത് കൊടുത്തത്. കാരണം അതിനകത്തും ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ നൈട്രജൻ സൈക്കിളൊക്കെ പെട്ടെന്ന് ബൂസ്റ്റായി വെള്ളം കണ്ടീഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ ഈ നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാനായിട്ട് കുറച്ച് ഡിലേ ആവും. ഡിലേ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ്, അതിനകത്ത് അമോണിയയാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. ഈ അമോണിയ കൺവേർട്ട് ചെയ്ത് അത് നൈട്രൈറ്റ് ഫോമിലേക്കും പിന്നെ നൈട്രൈറ്റിൽ നിന്ന് നൈട്രേറ്റ് ഫോമിലേക്കും പിന്നെ ആ നൈട്രേറ്റ് ആണ് ഈ ആൽഗെ അല്ലെങ്കിൽ ചെടികളൊക്കെ വലിച്ചെടുക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ആണ് സാധാരണ ഈ ഒരു പരിപാടി ചെയ്യുന്നത്, ഈ കൺവേർഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബാക്ടീരിയ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫിഷിന് 8 ഫുഡൊക്കെ കൊടുത്ത് ഇതിനകത്ത് എയറേഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർ പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ആവും. ഇതിനകത്ത് കംപ്ലീറ്റ് ഉരച്ച് കഴുകി ക്ലീൻ ചെയ്ത് ഈ വെള്ളം മൊത്തം കളഞ്ഞ് ഫ്രഷ് വെള്ളം അടിച്ചിട്ടാണ് നമ്മൾ ഈ മീനുകൾ ഇടണമെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് അതിനകത്ത് സ്റ്റാർട്ട് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അങ്ങനെ സംഭവിച്ചാൽ ഈ അമോണിയ അല്ലെങ്കിൽ നൈട്രൈറ്റ്സ് ഒക്കെ സ്പൈക്കായി മീനുകൾക്ക് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുമ്പും പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നൈട്രജൻ സൈക്കിളിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 2 ബക്കറ്റുകളും 50 ലിറ്ററിൻ്റെ ബക്കറ്റുകളാണ്. അപ്പോൾ ഇവർ ചെറിയ സൈസ് ആയതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, ഈസി ആയിട്ട് നമുക്ക് വളർത്തി നമ്മുടെ വലിയ സൈസിൻ്റെ ആ ഒരു സൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഈ വീഡിയോയിൽ നമുക്ക് വലിയ സൈസിനെ കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ നമ്മൾ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത നമ്മുടെ വലിയ ആൽബിനോ ജയൻറ്റ് ഗൗരാമികളെ ഈ ബക്കറ്റുകളിൽ നിന്ന് ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റുന്ന ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ആ വലിയ ജയൻറ്റ് ഗൗരാമികളുടെ സൈസ് എത്രയാണെന്നുള്ളത് മനസ്സിലാവും. അവരെയും നമ്മൾ ഇതേ സൈസിൽ തന്നെയാണ് ഈ ബക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. അവർ അതിനകത്ത് കിടന്ന് ആ ഒരു സൈസിലേക്കായി. അതിനുശേഷം നമ്മൾ മാറ്റി അതേ സൈസിലുള്ള ചെറിയ കുഞ്ഞുങ്ങളെ തന്നെയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് മേടിച്ച് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇവരും കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഒരു സൈസിലേക്കാവും. അപ്പോൾ ഈ ഒരു ബക്കറ്റിൽ നിന്ന് മാറ്റി വേറൊരു വലിയ സ്പേസിലേക്ക് നമുക്ക് ഇവരെ മാറ്റേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു ബക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സൈസ് ജയൻറ്റ് ഗൗരാമിക്ക് വളരെ സ്യൂട്ടബിൾ ആണ്. പിന്നെ മാത്രമല്ല ഇവർ ഭയങ്കര കംഫർട്ടബിളായിട്ട് നമ്മൾ തോന്നിയിട്ടുണ്ട് ഈ ഒരു 50 ലിറ്ററിൻ്റെ ബക്കറ്റിൽ. കാരണം ഇതിന് വീതി കുറവാണെന്നുണ്ടെങ്കിലും ഈ ഒരു സൈസിന് കുഴപ്പമില്ല. പക്ഷേ ഇവർക്ക് ഡെപ്ത്ത് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഇട്ട വഴിക്ക് അവർ നേരെ താഴേക്കാണ് പോയത്. അതുപോലെ കൂടുതൽ സമയം വെയിലൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് എന്താ പറയുക കംഫർട്ടബിളായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർ താഴെ പോയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ വരുന്ന സമയത്തൊക്കെയാണ് മുകളിലേക്ക് വന്ന് ഫുഡ് എടുക്കുന്നത്. അപ്പോൾ അവർക്ക് താഴെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡാർക്കാണ് അല്ലെങ്കിൽ ഇരുട്ടാണ്. അപ്പോൾ ആ ഒരു സ്പേസിൽ അവർ വളരെ കംഫർട്ടബിളാണ്. അപ്പോൾ അങ്ങനെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന മീനുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ഡെപ്ത്തുള്ള കണ്ടെയ്നറുകൾ വളരെ കംഫർട്ടബിളാണ്. അപ്പോൾ ഈ ജയൻറ്റ് ഗൗരാമികൾക്ക് അത് ഇഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അവർക്ക് അങ്ങനെ വലിയ സ്ട്രെസ്സോ കാര്യങ്ങളോ ഈ ബക്കറ്റുകളിൽ ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. എല്ലാ മീനുകളെയും നമുക്ക് ഇത്തരത്തിലുള്ള ബക്കറ്റുകളിൽ വളർത്താനായിട്ട് സാധിക്കില്ല. ചില പ്രത്യേക ടൈപ്പ് മീനുകൾ, അതായത് അധികം മൂവ് ചെയ്യാതെ ഇതുപോലെ സ്ലോ മോഷനിൽ നീങ്ങുന്ന മീനുകളെയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകളിൽ വളർത്താം. ഉദാഹരണത്തിന് ഏഞ്ചൽ ഫിഷ് നിങ്ങൾക്കറിയാം ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നൊരു മീനാണ്. അത്തരത്തിലുള്ള ടൈപ്പ് മീനുകൾ, അധികം മൂവ് ചെയ്യാതെ ഇങ്ങനെ സ്ലോ മോഷനിൽ നീങ്ങുന്ന മീനുകൾ, അതുപോലെ അധികം നീളമില്ലാത്ത മീനുകൾ. അപ്പോൾ നമുക്കറിയാം സ്നേക്ക് ഹെഡുകൾ, ക്യാറ്റ് ഫിഷുകൾ,
അവർ വലുതായി വരുമ്പോൾ നീട്ടം വെച്ച് വരുന്ന മീനുകളാണ്. അതുപോലെ ലെങ്ത് ഉള്ള മീനുകളെയൊന്നും നമുക്ക് ഇത്തരത്തിലുള്ള ബക്കറ്റുകളിൽ വളർത്താൻ പറ്റില്ല. ഷോർട്ടായിട്ടുള്ള മീനുകളും അതുപോലെ സ്ലോ മൂവിങ് ആയിട്ടുള്ള മീനുകളെയും നമുക്ക് ഇത്തരത്തിലുള്ള ബക്കറ്റുകളിൽ വളർത്താം. പിന്നെ ചെയ്യേണ്ടത് വാട്ടർ ചേഞ്ച് ആണ്. അതായത് നമ്മൾ ഇപ്പോൾ ഇന്ന് വാട്ടർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ടാണ് വെള്ളം മോശമാവുന്നത് എന്നുള്ളൊരു കാൽക്കുലേഷൻ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ഇതിൽ 50% വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടിയിലുള്ള കംപ്ലീറ്റ് അഴുക്കുകളും കാര്യങ്ങളെല്ലാം സൈഫൺ ഉപയോഗിച്ച് വലിച്ചു കളയുക. എന്നിട്ട് ഫ്രഷ് വെള്ളം 50% ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുക. അത് റെഗുലറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ യാതൊരു സംഭവവും നമുക്ക് ഈ ഒരു ബക്കറ്റിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. അതായത് ഇപ്പോൾ ഇത് ചെറിയ ജയൻറ്റ് ഗൗരാമിയാണ് ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇത് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ എടുക്കും ഈ ഒരു വെള്ളം മോശമാവാനായിട്ട്. അല്ലാതെ പെട്ടെന്നൊന്നും നമുക്ക് മാറ്റേണ്ടി വരില്ല. വലുതായി വരും തോറും പിന്നെ നമ്മൾ പെട്ടെന്ന് മാറ്റേണ്ടി വരും. കാരണം അതിനനുസരിച്ച് അവർ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു സൈസിലൊക്കെ കുറേ നാൾ നിൽക്കും ഈ ഒരു ബക്കറ്റിലെ വെള്ളം മോശമാവാതെ. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നമുക്കൊരു 50% മാറ്റി കൊടുത്താൽ മതി. പിന്നെ ഈ വാട്ടർ ചേഞ്ച് ഫ്രീക്വൻ്റ് ആയിട്ട് മാറ്റേണ്ടി വരിക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാരണം കൂടിയാണ്. നമ്മൾ ഓവറായിട്ട് ഫീഡ് ചെയ്യുമ്പോഴാണ്. ഓവറായിട്ട് ഫീഡ് ചെയ്യുമ്പോൾ ഇവർ ഓവറായിട്ട് വേസ്റ്റും പ്രൊഡ്യൂസ് ചെയ്യും. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഓവറായിട്ട് കൊടുക്കുന്ന ഫുഡ് ചിലപ്പോൾ ഇവർ കഴിക്കാതെ വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ അത് ഇതിനകത്ത് കിടന്ന് ഡീക്കേ ആയിട്ട് വീണ്ടും വെള്ളം ടോക്സിക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഫീഡിങ് നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ കുറേ നാൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ ഈ ജയൻറ്റ് ഗൗരാമികൾക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ശ്വസിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ എയറേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എങ്കിലും വെള്ളം കണ്ടീഷനായിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എയറേഷൻ കൊടുക്കാവുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്ന പ്രോസസ്സിന് ഈ എയറേഷൻ നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ 2 ആൽബിനോ ജയൻറ്റ് ഗൗരാമികളെ നമ്മൾ ഈ 50 ലിറ്ററിൻ്റെ ബക്കറ്റുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഫ്യൂച്ചർ വീഡിയോസ് ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.